ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കായംകുളം കരിപ്പുഴത്തോട്ടിൽ മണ്ണും മാലിന്യവും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സം, ആരോഗ്യ ഭീഷണിയെന്ന് നാട്ടുകാർ. കായംകുളം കരിപ്പുഴത്തോട്ടിലും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കൈത്തോടുകളിലും മണ്ണിടുന്നതോടുകൂടി നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിലാകുന്നു. വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതിനാൽ ദുർഗന്ധവും കൊതുക് ശല്യവും വർദ്ധിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കരിപ്പുഴത്തോടിന്റെ ഇരുവശങ്ങളിലും വൻതോതിൽ മണ്ണിടുന്നതോടുകൂടിയും കൈത്തോടുകളിലും ചെളിയും മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നതുമാണ് നിലവിലെ സ്ഥിതി. വാർഡുതല ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആരോപിക്കുന്നത്. ഓഡിറ്റോറിയങ്ങളിലെയും വിവിധ സൽക്കാര ചടങ്ങുകളിലെയും ഭക്ഷണാവശിഷ്ടങ്ങൾ, ബേക്കറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്നിവ കരിപ്പുഴത്തോട്ടിലേക്കും കൈത്തോടുകളിലേക്കും തള്ളുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഈ മാലിന്യങ്ങൾ കൈത്തോടുകളിലേക്ക് ഒഴുകിയെത്തി അവിടെ അടിഞ്ഞുകൂടുന്നതിനാൽ വെള്ളം തിരിച്ചൊഴുകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതുമൂലം പരിസര പ്രദേശങ്ങളിൽ മലിനീകരണവും ആരോഗ്യ ഭീഷണിയും വർദ്ധിച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാതയുടെ ഓടകളും പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മണ്ണ് അടിഞ്ഞുകൂടിയതും നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാലവർഷം ശക്തമാകുന്നതിന് മുമ്പ് അടിഞ്ഞുകൂടിയ മണ്ണും മാലിന്യങ്ങളും അടിയന്തരമായി നീക്കം ചെയ്ത് നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചു. RWA ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, ജില്ലാ സെക്രട്ടറി ബി അൻഷാദ്, മേഖല വൈസ് പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളിയിൽ, എക്സിക്യൂട്ടീവ് അംഗം സലാഹുദ്ദീൻ തുണ്ടത്തിൽ, 38-ാം വാർഡ് കൗൺസിലർ ഷഹബാനത്ത് കുഞ്ഞുമോൻ എന്നിവർ ബന്ധപ്പെട്ട അധികൃതരോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മഴക്കാലത്തിന് മുമ്പ് ജില്ലയിലെ മുഴുവൻ നീരൊഴുക്ക് തോടുകളും കൈത്തോടുകളും പൂർണ്ണമായി ശുചീകരിച്ച് നീരൊഴുക്ക് സുഗമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് സൗഹൃദം കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.